അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നിലവിൽ നമ്മൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ഹോം പേജിലാണ് എത്താനായിട്ട് കഴിയുക. അപ്പോൾ ഈ പേജിൽ നമുക്ക് റൈറ്റ് ടോപ്പിലായിട്ടൊരു പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് കഴിയും. കൃത്യമായിട്ട് തന്നെ അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പേജിലോട്ട് നമ്മളൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പേജ്. അപ്പോൾ ഈ പേജിൽ നമുക്ക് ജസ്റ്റ് താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ആ ഓപ്ഷനിൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് എത്തും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഏരിയയിൽ നമുക്ക് മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫോ എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. കൃത്യമായിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് താഴെ ബേസിക് ഇൻഫോയുടെയൊക്കെ താഴെയായിട്ട് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ നെയിം എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ നെയിം കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എഡിറ്റ് ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും, നമ്മുടെ നെയിം എഡിറ്റ് ചെയ്യേണ്ട ഏരിയയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.